തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കമിതാക്കൾ ജ്യൂസിൽ വിഷം കലർത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചതായി വാർത്ത. പ്ലാമൂട്ടുകട സ്വദേശി വൈഷ്ണവും പ്രായപൂർത്തിയാകാത്ത പെൺസുഹൃത്തുമാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഇരുവരും നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദീപ് പാറശാല വിവരങ്ങളുമായിട്ട് ചേരുന്നു. പ്രദീപ് പാറശാല, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കമിതാക്കൾ ജ്യൂസിൽ വിഷം കലർത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ വാർത്തയെ വിശദീകരിച്ച് പറഞ്ഞത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കമിതാക്കൾ ജ്യൂസിൽ വിഷം കലർത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചതായി വാർത്ത എന്നാണ്. കാരണം ഇവർ കമിതാക്കൾ തന്നെയാണോ എന്നത് പോലീസിന്റെ അന്വേഷണത്തിലാണ് അറിയേണ്ടത്. സുഹൃത്തുക്കളാണോ, കേവലം സുഹൃത്തുക്കളാണോ? ഒരാണും പെണ്ണും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സൗഹൃദത്തിലാണെങ്കിൽ പോലും അത് കമിതാക്കളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ഒപ്പം കമിതാക്കൾ ജ്യൂസിൽ വിഷം കലർത്തി ജീവനെടുക്കാൻ ശ്രമിച്ചു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയുമോ? അതിൽ ഒരാൾ മറ്റൊരാളുടെ ഗ്ലാസ്സിലേക്ക് അത് വിഷം ആണ് എന്ന് പറയാതെ ഒഴിച്ചു കൊടുത്തതാണോ അല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിലേ പറയാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇവർ പരസ്പര സമ്മതത്തോടു കൂടി നമ്മൾക്ക് മരിച്ചു കളയാമെന്ന് തീരുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കലർത്തിയ ജ്യൂസ് കഴിക്കുകയായിരുന്നോ ഇല്ലായിരുന്നോ എന്നതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഒരു വാർത്ത ശരിയാണ്. അതായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 2 പേർ വിഷം കഴിച്ച് മരിച്ച നിലയിൽ, അല്ലേ? പ്ലാമൂട്ടുകട സ്വദേശിയായിട്ടുള്ള വൈഷ്ണവ്, പ്രായപൂർത്തിയാകാത്ത പെൺസുഹൃത്ത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വാർത്തയിൽ വസ്തുതകൾ എന്തൊക്കെയാണുള്ളത്? പ്രദീപ് പാറശാല. പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് വ്യക്തം. അവര് മരണപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നിലവിൽ ഗുരുതരാവസ്ഥയിൽ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലാണ്, ഐസിയുലാണ്. വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഇവർ 2 പേരും, പ്രായപൂർത്തിയാകാത്ത ഈ ഒരു കുട്ടിയും മറ്റൊരു വൈഷ്ണവ് എന്ന പ്ലാമൂട്ടുകട സ്വദേശിയായിട്ടുള്ള ആ ഒരു യുവാവും തമ്മിൽ ഇത്തരത്തിൽ അവരെ പാറശാലയ്ക്ക് സമീപം വെച്ചാണ് ഇത്തരത്തിൽ ജ്യൂസിൽ എലിവിഷം കലർത്തി ഇത്തരത്തിൽ ആത്മഹത്യ ശ്രമിച്ചത്. ആദ്യം കുടിച്ചത് വൈഷ്ണവാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഛർദ്ദിക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ ബാഗിനുള്ളിൽ നിന്ന ആ ഒരു ജ്യൂസ് കാണുകയും തുടർന്നാണ് പ്രായപൂർത്തിയാകാത്ത ആ കുട്ടി കുടിക്കുകയും ചെയ്തത്. തുടർന്ന് ഇവരുടെ അവസ്ഥ നാട്ടുകാർ ചിലർ കണ്ടിട്ടാണ് തൊട്ടടുത്തുള്ള നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിൽ കൊണ്ടുവരുന്നത്. തുടർന്ന് ഇപ്പോൾ ഇവരുടെ അവസ്ഥ ഗുരുതരാവസ്ഥ തുടരുകയാണ്. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ ഐസിയുലാണ് ഇപ്പോൾ ഇവിടെ അവർ ഉള്ളത്. മറ്റുള്ള വിവരങ്ങൾ കൃത്യമാണ്. പറഞ്ഞതുപോലെ ഇത് ഇത്തരത്തിലാണ്, പ്രണയിതാക്കളാണോ മറ്റെന്തെങ്കിലും സംഭവമാണെന്ന് പോലീസിന്റെ നിരീക്ഷണത്തിൽ പാറശാല പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. അതിന്റെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമേ ഇത്തരത്തിലാണ് ഇവരിങ്ങനെ ആത്മഹത്യാ ശ്രമത്തിലോട്ട് എത്തിയ വിവരങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്ത തൊട്ടു മുമ്പിലേക്ക് വന്ന സമയത്ത് ഞാനതിനെ മരണം സംഭവിച്ചു എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കട്ടെ. അതേസമയത്ത് തന്നെ പ്രദീപ് പാറശാല, ഈ വാർത്തയിൽ നമ്മൾ കൃത്യമായിട്ടും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 2 പേർ ജ്യൂസിൽ വിഷം കലർത്തി ജീവനെടുക്കാൻ ശ്രമിച്ച നിലയിൽ എന്നുള്ള നിലയ്ക്ക് നൽകുന്നതായിരിക്കും ഉചിതം. അവർ കാമുകരാണോ സുഹൃത്തുക്കളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത്. പ്രദീപ് പാറശാലയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് പോകാം.